റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ എല്ലാ ശനിയാഴ്ചയും 5 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലായിരിക്കും. ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ ചില കാര്യങ്ങൾ പറയാം. നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തിൽ നമ്മുടെ നാവിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം മാത്രമല്ല, നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും അതുപോലെ നാം പറയുന്ന വാക്കുകളും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. ഞാനതിന് ആദ്യം ഒരു ഉദാഹരണം പറയാം. ഒരു ഡെലിവറിക്കായി, അതായത് പ്രഗ്നൻ്റ് ലേഡി ഒരു കുഞ്ഞിനെ ഉരുവാകുമ്പോൾ തന്നെ അവൾ കടന്നു പോകുന്ന സഭ പ്രാർത്ഥനാ വിഷയമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നോർമൽ ഡെലിവറി നടക്കണം, ന്യായമായൊരു പ്രാർത്ഥനയാണ്. അപ്പം ന്യായമായി അങ്ങനെ അവർ പ്രാർത്ഥിക്കുമ്പോൾ എന്താണെന്നറിയാമോ, അതിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ എപ്പോഴും ആ പ്രേട്ടവർ ആ വിഷയത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ആ സമയത്ത് ആ ഒരു നോർമൽ ഡെലിവറി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. എന്തോ അതിനകത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഗൈനോ എന്നോട് പറഞ്ഞെന്നറിയോ, ആ സന്ദർഭത്തിൽ അതിനൊരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പോ വീണ്ടും ഒരു സ്കാനിങ് ചെയ്തായിരുന്നെങ്കിൽ ഏതാണ്ട് 300-600 അല്ലെ അതിനപ്പുറത്തോട്ടുള്ള തൂക്കമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരൊരു അങ്ങനെ അനുവദിക്കത്തില്ല. ചെറിയ കോംപ്ലിക്കേഷൻ അല്ലെ അല്പം പ്രയാസം വന്നെങ്കിലും ആ വിശ്വാസത്തോടെ പറഞ്ഞതിനെ ദൈവം നിവർത്തിച്ചു. ദൈവം അവിടെ മറപ്പിച്ചു. അപ്പോൾ ദൈവം ഉത്തരവാദിത്വം ഏറ്റെടുത്തു. കാരണം അങ്ങനെ ഒരു നോർമൽ ഡെലിവറിക്ക് സാധ്യതയില്ലാഞ്ഞപ്പോഴും ആ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ശക്തി. അതുകൊണ്ട് ഞാൻ എന്തോ പറഞ്ഞു ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നമേ നിങ്ങൾ ചില കാര്യങ്ങൾ, അസാധ്യമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങൾ പറയണമെന്നല്ല, ഏറെക്കുറെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ആ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ആണെങ്കിലും രണ്ടും സംഭവിക്കും. ഞാൻ അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മകന് ഒരു ടെക്നിക്കലായിട്ടൊരു കോളേജിൽ പഠിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പോകുന്ന പ്രേട്ടവറിൽ ഇത് പ്രാർത്ഥനാ വിഷയം വെച്ചു. പറഞ്ഞത് ഇങ്ങനെയാണ്: ആ പഠനം കഴിയുമ്പോൾ തന്നെ ക്യാമ്പസ് സെലക്ഷൻ, ജോലിയോടുകൂടെ വേണം ആ കോളേജിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകാൻ, ജോലിയോടുകൂടെ. ഇത് തുടർമാനമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഒരു ആവറേജ് ആയിരുന്നു, വലിയ ബ്രില്യൻ്റ് എന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ അതുപോലെ തന്നെ ആ കോഴ്സ് പൂർത്തീകരിക്കുന്ന സമയത്ത് ഇതുപോലെ സെലക്ഷൻ ക്യാമ്പസ് നടക്കുന്നു, ജോലിക്കാർ. എന്തോ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ, എന്തെങ്കിലും കാര്യങ്ങളിൽ പെട്ടെന്ന് നമുക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷയുടെ സമയങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ കയ്യിലും വന്ന് പറയും, പ്രാർത്ഥിക്കണേ. അവർ ആ സമയം പറയും, എഴുതി കഴിഞ്ഞും ജയിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നല്ല കാര്യം, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന കുഴപ്പമില്ല. പക്ഷെ മുന്നേ അഡ്വാൻസിലി ഒരു ഒരുക്കം, അതാ ഞാൻ പറയുന്നത്. ഏതാണ്ട് 3-4 വർഷം പ്രാർത്ഥിച്ച സന്ദർഭം. വലിയ പ്രാർത്ഥനയല്ല. അവർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അതേ ഇന്ന ആൾ പഠിച്ചിറങ്ങുമ്പോൾ ജോലിയോടുകൂടിയാണ്, ഇന്ന ആൾക്ക് നോർമൽ ഡെലിവറി, അവരങ്ങ് പറയുക. അവർ പിന്നെയും പറയുന്നതിനകത്തെ ശക്തി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 2 അനുഭവം മാത്രമല്ല. ഞാൻ ഈ അടുത്തിടെ ഒരു പുസ്തകത്തിൽ വായിക്കാൻ ഇടയായി. ഒരു മനുഷ്യനൊരു എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് ബ്ലൂ പെൻ ഇഷ്ടമല്ല, ബ്ലൂ പെൻ എനിക്ക് വേണ്ട, ബ്ലൂ പെൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പം എനിക്കതിൻ്റെ എന്തോ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയാണ്. ഒരു ദിവസം ഈ സുഹൃത്ത് വെളിയിൽ പോയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, എനിക്കിവിടെ പെന്ന് മേടിച്ചോണ്ട് വരണം, അറിയാമല്ലോ എനിക്ക് ബ്ലൂ പെന്ന് ഇഷ്ടമല്ല. അപ്പം ഇദ്ദേഹം പോയി മേടിച്ചുകൊണ്ട് വന്ന ആ ബണ്ടിൽ മേടിച്ചുകൊണ്ട് വന്നാലും ബ്ലൂവാണ്. കാരണം എന്താണെന്നറിയോ, ഇദ്ദേഹം തിരിച്ചു വന്നാൽ പറഞ്ഞതാണ്, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞല്ല ഞാൻ കേട്ടത്, ബ്ലൂ പെൻ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടത്. അപ്പം എന്താണ് നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നത്? ഞാൻ ആരോഗ്യമുള്ള ആളാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ആളാണ്, അതിന് പകരം നെഗറ്റീവായിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഇങ്ങനെയാണ്, ഞാൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നത് ഞാനൊരു പരാജയമാണ്. ഇത് പറയുന്ന എല്ലാ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും. കാരണം അതാണ്, ജഡത്തിൽ വിതയ്ക്കുന്നവർ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവർ നിത്യജീവനെ കൊയ്യും. ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ അതിനെനിക്കൊരു ഉദാഹരണം പറയാം. എന്നെ സഭ തുടങ്ങിയ ആദ്യ കാലങ്ങളിൽ എനിക്ക് ഏതാണ്ട് 2007 കാലഘട്ടത്തിൽ ഒരു പ്രായമുള്ള അമ്മച്ചി എപ്പോഴും നാവുകൊണ്ട് പറയുന്നത് ഇങ്ങനായിരുന്നു, ഞാൻ മരിക്കും, ഞാൻ വഴിയിൽ കിടന്നു. വീട്ടിലെ എന്തോ പ്രയാസങ്ങളായിരിക്കാം, സാഹചര്യങ്ങൾ കൊണ്ട് പറഞ്ഞു, ഞാൻ വഴിയിൽ കിടന്നു. അതുപോലെ സംഭവിച്ചുള്ളൂ. അപ്പം ഞങ്ങളെപ്പോഴും പറയാം, പക്ഷെ അങ്ങനെ പറയരുത്. അപ്പം നെഗറ്റീവ് പറയുന്നതിനും പോസിറ്റീവ് പറയുന്നതിനും അതിനകത്തൊരു ശക്തി ഉണ്ടെന്ന് മറന്നുപോകും. ഇന്ന് രാവിലെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു. ഞാനത് പെട്ടെന്ന് അന്നേരം എനിക്ക് ആ ഓർമ്മ എവിടെയൊക്കെ പോയത്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഒരു മകനെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ ആ മാതാവ് എപ്പോഴും പറയും, ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവന് സാലറി ഒക്കെ കുറവാണ്.
അപ്പോൾ അവൻ അവിടെ നിന്നൊന്ന് മാറിയാൽ നല്ലതായിരുന്നു. എന്തായാലും ഒരു കൊല്ലമാകട്ടെ, അവിടെ നിന്ന് മാറാൻ പോകും. പക്ഷെ ഒരു കൊല്ലത്തിന് അവിടുന്ന് മാറേണ്ടി വന്നു. പക്ഷേ നല്ല രീതിയിലുള്ളൊരു മാറ്റമല്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ആ ജോലി ഇല്ലാഞ്ഞ് കുറച്ച് നാൾ ഭാരപ്പെട്ടപ്പോൾ ആ മാതാവ് എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെയാണ്, ഒന്നുമല്ല ആൻറ്റി, ആ പഴയ ജോലി മതിയായിരുന്നു, അതിലൊരു ഉയർച്ച വന്നാൽ. അപ്പം നമ്മൾ ദൈവം നമ്മുടെ ആഗ്രഹത്തിനോ നമ്മുടെ ഇച്ഛയ്ക്കോ നമ്മുടെ ചിന്താഗതികൾക്കോ അപ്പുറത്ത് ദൈവം പ്രവർത്തിക്കത്തില്ല. കാരണം ദൈവം മരണവും ജീവനും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക, തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ. അതാ വചനം പറയുന്നത്, ജീവനെ ഇഷ്ടപ്പെടുന്നവൻ ജീവൻ്റെ ഫലം കൊയ്യും. അതുകൊണ്ടാണ് നാവ് ജീവവൃക്ഷം എന്ന് പറയുന്നത്. നമ്മളെന്തോ പറയുന്നു. എനിക്കറിയാവുന്നൊരു സഹോദരി എപ്പോഴും ഓഫീസുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഞാനില്ല ഇത്രയും നാളെ ഉള്ളൂ, ഞാനിനി അങ്ങോട്ട്. പക്ഷേ അത് പ്രവൃത്തി പദത്തിലേക്ക് വരികയാണ്. അപ്പം നമ്മളെപ്പോഴും നെഗറ്റീവിനും പോസിറ്റീവിനും പവറുണ്ട്. എനിക്കെന്ന് അതാണ് പറയാനുള്ളത്. ഞാൻ ചെറിയ ചില അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വേദന വരുമ്പോൾ, ഒരു കാര്യം വരുമ്പോൾ ചിലർ വളരെ അഭിമാനത്തോടാണ് പറയുന്നത്, എനിക്ക് പ്രഷറുണ്ട്, എനിക്ക് ഷുഗറുണ്ട്, എനിക്ക് കൊളസ്ട്രോൾ. അത് അങ്ങനെ അഭിമാനത്തോട് പറയേണ്ട കാര്യമില്ല. നിനക്ക് അങ്ങനെ പ്രയാസമുണ്ട്, നീ ഗുളിക കഴിച്ചു, ആ ട്രീറ്റ്മെൻറ്റിലൂടെ പോകുമോ, അതിനെ അവകാശമായിട്ട് പറയണ്ട. അത് ദൈവികമല്ല രോഗങ്ങൾ, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, പിശാചി എന്നുള്ളത്. അതിനെ എതിർക്കണം. വചനം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, റെസിസ്റ്റ് ദ ഡെവിൾ, അതായത് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. അപ്പം നമ്മൾ അത് എതിർക്കുക എന്ന് പറഞ്ഞാൽ പിശാചിനെ ശാസിക്കുക എന്നുള്ളതല്ല. രോഗങ്ങൾ, പ്രത്യേകതരമായ അവൻ്റെ പ്രൊഡക്റ്റുകൾ നാം എതിർക്കണം. സംശയം പിശാചിൻ്റെ പ്രൊഡക്റ്റാണ്. അത് പല വിഷയങ്ങൾ, കുടുംബ തകർച്ചകൾ ഇവരെ കൊണ്ടുവന്ന സാധനമാണ്. ഭയം പിശാചിൻ്റെ പ്രൊഡക്റ്റാണ്. അത് നമുക്ക് വേണ്ട. ഭയം ഫീലിംഗായിട്ട് വരും. പക്ഷെ അതിനെ നോ പറയാൻ തയ്യാറാകണം. ആ ഫീലിംഗ് വരും. ആ ഫീലിംഗ് നമ്മളിൽ സ്ഥിരപ്പെടാനിടയാകില്ല. പക്ഷി മേളിൽ കൂടെ പടക്കാൻ, തലയുടെ മേളിൽ കൂടെ, പക്ഷേ തലയെ കൂടുവെക്കാൻ അനുവദിക്കരുത്. ചിന്തകൾ വരാം. ഭയം നമുക്ക് ചില സമയത്ത് പെട്ടെന്ന് ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, പക്ഷെ അത് നമ്മളിൽ വാഴാൻ അനുവദിക്കരുത്. ഞാൻ ഈ ചെറിയ ചിന്ത ഇവിടെ നിർത്താൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ എന്തുവാണെങ്കിലും ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഒരാൾക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയത്തില്ല, നല്ല വാർദ്ധക്യത്തിൽ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വചനമുണ്ട്, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ അവൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും, അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും, പച്ച പിടിച്ചും പുഷ്പിടിക്കും. എന്തുകൊണ്ട് പറയാൻ കഴിയത്തില്ല? ആ പറയുന്ന നാവിൻ്റെ അധികാരത്തിൽ നിങ്ങളെ സൂക്ഷിക്കും. നിങ്ങൾ ഒരു 10 പ്രാവശ്യം എന്ന് പറഞ്ഞ് എനിക്ക് ആരോഗ്യമുണ്ട്, ദൈവം എനിക്ക് ആരോഗ്യമുള്ള ശരീരം, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഓരോ ദിവസവും ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് പറഞ്ഞേ, അത് സംഭവിക്കും. ഞാൻ അനുഭവങ്ങൾ കൊണ്ടാണ് പറയും. നെഗറ്റീവ് പറയുമ്പോൾ ആ നെഗറ്റീവ് എനർജി കൊണ്ടുവന്ന് നമ്മളിൽ അത് നിവർത്തിക്കാൻ ആ നെഗറ്റീവ് മണ്ഡലം ശ്രമിക്കുമ്പോൾ, പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് നിവർത്തിക്കാനും പോസിറ്റീവ് മണ്ഡലം വേണം. ദൈവിക മണ്ഡലം, അതിന് നിങ്ങൾ റെഡിയാണ്. ഇരുട്ടും വെളിച്ചവും രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ പറയുന്നതിലാണ്, നിങ്ങൾ പറയുന്ന വാക്കിനപ്പുറത്ത് ഒന്നിനും നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. നിങ്ങൾ തന്നെയാണ് നമ്മുടെ ശത്രുവും നമ്മുടെ മിത്രവും നമ്മൾ തന്നെ. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അപ്പുറത്തൊന്നുമില്ല. നാം വിശ്വാസത്തോടെ എന്ത് പറയുന്നു അത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ ചിന്ത ഞാനിവിടെ നോക്കുമ്പോൾ ഒരു മോട്ടിവേറ്റ് ചെയ്ത് ബൈബിൾ വചനത്തെ കൂടെ കണക്ട് ചെയ്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളാരും ആയിക്കോട്ടെ, നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾക്കൊന്ന് പറയാം. നിങ്ങളുടെ തലമുറ നിങ്ങൾ ഒന്ന് ആ അവസ്ഥയിൽ വല്ലാത്തൊരവസ്ഥ നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയും. ഈ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം, ഇവരനുഗ്രഹം എനിക്ക് ഇന്നും അനുഗ്രഹമല്ലല്ലോ. കുഞ്ഞുങ്ങൾ അല്ല, അവരനുഗ്രഹമായി വരും. അതാണ് മദ്യപാനത്തിലും വളരെ തിന്മയിലും മയക്കുമരുന്നിലും വിദേശത്തുള്ളൊരു കാര്യം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ളതാണ്. ആ മാതാപിതാക്കൾ വളരെ അവർക്കറിയാം, ഒരു മോനേ ഉള്ളൂ. പലപ്പോഴും പോലീസ് കേസ് പല പ്രശ്നങ്ങൾ വരുമ്പോൾ ആ മാതാവും പിതാവും അവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ ഈ ദൈവകൃപയിലേക്ക് വരും. അവരത് തന്നെ പറയാൻ തുടങ്ങി. അവർ പ്രാർത്ഥിക്കാനായിട്ട് മറ്റുള്ളവർക്ക് കൊട്ടേഷൻ കൊടുക്കുമല്ല, അവർ തന്നെ പറഞ്ഞു അവൻ അനുഗ്രഹിക്കപ്പെടും. കാരണം അവൻ ദൈവവേദം, ഞങ്ങൾ ദൈവത്തെ അറിയുന്നതുകൊണ്ട് അവനെ ഞങ്ങൾ കൊണ്ടുവരും. ഒരു ദിവസം അവൻ അതിലേക്ക് വന്നെന്നുള്ളതാണ്. അതിനാണ് നാം വിശ്വാസന വാക്ക് പറയുന്നത്. അതുകൊണ്ട് ഇത് വീണ്ടും നിങ്ങൾ കേൾക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച വരുന്നിടം വരെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹമാണ്, നിങ്ങൾ മറന്നു പോകരുത്.